മരിച്ചുപോയ ആത്മാക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയുന്നു. അത് ശരിയാണോ? ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരു 14-15 നൂറ്റാണ്ടുകളിൽ വിശുദ്ധ തോമസ് അക്വിനാസിന്റെയും അതുപോലെ തന്നെ വിശുദ്ധ ബെല്ലാർമിന്റെയും ഒക്കെ കാലഘട്ടത്തിലെ വലിയൊരു ചോദ്യമായിരുന്നു ഈ ചോദ്യം. വിശുദ്ധ തോമസ് അക്വിനാസ്, തത്വജ്ഞാനിയും ദൈവശാസ്ത്രജ്ഞനുമായ വിശുദ്ധ തോമസ് അക്വിനാസ്, അദ്ദേഹം പറയുന്നത് മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ പറ്റില്ല എന്നാണ്. ഈ കാര്യത്തെക്കുറിച്ച് പൊതുവായിട്ട് വേറൊരു കാര്യം പറയാം. ഈ കാര്യത്തെക്കുറിച്ച് സഭ പൊതുവായിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു കാര്യമൊന്നും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതോട് ഓർത്തിരിക്കുക. ഇനി വിശുദ്ധന്മാരുടെയും ദൈവശാസ്ത്രന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് വിശുദ്ധ തോമസ് അക്വിനാസ്. തോമസ് അക്വിനാസ് പറയുന്നത് മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ പറ്റിയല്ല. കാരണം അവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ സഹായം ആവശ്യമുണ്ട്. അപ്പൊ മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ സഹായം ആവശ്യമുള്ള നിലയ്ക്ക് അവർക്ക് ഇപ്പം അവരെ സഹായിക്കാൻ, അവർക്ക് ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത്? അപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നു, സങ്കടം അനുഭവിക്കുന്നു, അവർ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാനും അങ്ങനെ അവർക്ക് വേണ്ടി ബലികൾ അർപ്പിച്ച്, ജപമാലകൾ അർപ്പിച്ച്, നിയോഗത്തോടെ അവർക്ക് വേണ്ടി ദണ്ഡവിമോചനങ്ങൾ അർപ്പിച്ച് അവരെ രക്ഷപ്പെടുത്താൻ ജീവിച്ചിരിക്കുന്നവരാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ പറ്റില്ല എന്ന ആശയം പറയുന്ന ആരാന്ന് പറഞ്ഞത്? വിശുദ്ധ തോമസ് അക്വിനാസ്. കേട്ടിട്ടുണ്ടോ തോമസ് അക്വിനാസിനെ കുറിച്ച്? തത്വശാസ്ത്രത്തിലൊക്കെ പഠിക്കുമ്പം ഇത് ഒത്തിരി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാര്യമാണ്. വലിയ ഗഹനങ്ങളായ ചിന്തകൾ തരുന്ന ഒരു വലിയ തത്വജ്ഞാനിയാണ് അദ്ദേഹം, വിശുദ്ധനായ വിശുദ്ധ തോമസ് അക്വിനാസ്. അദ്ദേഹത്തിന്റെ തന്നെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് വിശുദ്ധ ബെല്ലാർമിൻ, കപ്പുച്ചിൻ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹവും ഈ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചത്. അദ്ദേഹം പറയുന്നതെന്നറിയാവോ? അദ്ദേഹം പറയുന്നത് മരിച്ചവർ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരെ വേണമെങ്കിൽ സഹായിക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ കാരണം വേറെയുണ്ട്, കേട്ടിരുന്നോണം. അദ്ദേഹം പറയുന്നത് അറിയാവോ? മരിച്ചുപോയവര് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഡീസന്റ് ആണോ, ഡീസന്റ് അല്ലയോ? എന്താ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം? അവര് മരിച്ചു കഴിഞ്ഞാണല്ലോ പരമ ഡീസന്റ് ആവട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. കാരണം മരിക്കുന്ന സമയത്ത് ഇനി എന്താണെന്ന് പറഞ്ഞാലും ശരി, ശുദ്ധീകരണ സ്ഥലത്തിലെത്തിയോ നമ്മളെക്കാളൊക്കെ ഡീസന്റ് ആണ്. കാരണം അറിയോ? അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെത്തിയതോടെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിലെ പാപമുണ്ടാക്കുന്ന ദോഷം എന്തെന്ന് അവർക്ക് നന്നായി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഇപ്പൊ എന്നറിയാവോ? ശുദ്ധീകരണത്തിലായിരിക്കും അവർക്ക് ഇനിയും ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടിയാൽ പോലും അവർ ഇനി ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കാര്യം എങ്ങനെയാ? എത്ര ധ്യാനം കൂടിയതാ, വല്ല ഗുണം എങ്ങനെയുണ്ട്? വ്യത്യാസമൊക്കെ ഉണ്ടേ, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ. ഇനി നാളെ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും കാര്യം പറയാൻ പറ്റിയല്ല. ഈ പറയുന്ന ഞാനും നിങ്ങളും ഒന്നും പറയാൻ പറ്റില്ല. നാളെ ഒരു സൗകര്യം ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വീഴുന്നറിയത്തില്ല. നമ്മളോട് ചിലപ്പം എല്ലാം ക്ഷമിച്ച് പഞ്ചഭാവമായിട്ടിരിക്കുക, നാളെ വന്ന് കിള്ളി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തെന്ന് വരുന്ന ആളെ പറയാൻ പറ്റിയല്ല. അരിശക്കാരനൊക്കെയാ. അതുകൊണ്ട് നമ്മുടെ കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പില്ല കാര്യം. പക്ഷെ ഉറപ്പുള്ള കാര്യം എന്നാണ്, അവരെ സംബന്ധിച്ച് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ അവര് ഒരിക്കലും പാപം ചെയ്യാൻ ഇനി ആഗ്രഹിക്കാത്തവരാണ്. അതുകൊണ്ട് വിശുദ്ധ ബെല്ലാർമിന്റെ അഭിപ്രായത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വിശുദ്ധാത്മാക്കളാണെന്ന്. അതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക ഡോക്യുമെന്റുകളിൽ പലയിടത്തും ഇവരെ വിളിക്കുന്നതെന്നറിയാം, ഹോളി സോൾസ് എന്നാണ് വിളിക്കുന്നത്. വിശുദ്ധാത്മാക്കൾ എന്നാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കൾ എന്നാണ് അവർ വിളിക്കുന്നത്. ദേ ആർ ഹോളി. അപ്പൊ അതുകൊണ്ട് അവർ ഹോളി ആയതുകൊണ്ട്, വിശുദ്ധരായതുകൊണ്ട് മാത്രമല്ല, അവർ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് ഇനി അധികം താമസമില്ലാത്തത് കൊണ്ടും അവർ സ്വർഗത്തിലേക്കുള്ള പടികളിലൂടെ യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം, അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിച്ചേക്കും എന്നാണ് വിശുദ്ധ ബെല്ലാർമിൻ പറയുന്നത്. ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ എനിക്കുള്ളൊരു അഭിപ്രായം എന്നറിയോ? ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മരിച്ചുപോയവരെ പ്രാർത്ഥിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഒരു യാഗമെന്ന പോലെ അവർക്ക് വേണ്ടി സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ജീവിച്ചിരിക്കുന്നവരെ സഹായിച്ചിരിക്കും. അതിനൊത്തിരി ഉദാഹരണങ്ങളുണ്ട്, അനേക അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന മൂലം ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ഒരു ആത്മാവ് സ്വർഗത്തിലെത്തിയ ആ ആത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും, സംശയമില്ല. ഇതാണ് ഈ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം. അതാണ്. അല്ലാതെ പൂർവികർ നിങ്ങൾക്ക് പാര വെച്ചുകൊണ്ട് നടക്കുന്നവരും വിചാരിക്കില്ലേ. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ കാരണം എനിക്കിങ്ങനെ അനുഗ്രഹം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി ചിലർ പറയും. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടത്തി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛോ സഹിക്കാൻ പറ്റിയല്ല, കെട്ടിയവൻ്റെ അപ്പൻ മരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു കൗൺസിലർ പറഞ്ഞു ഇപ്പോഴും കയറിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് പറഞ്ഞു. എത്ര തെറ്റിദ്ധാരണയാന്ന് നോക്കിയേ.
കെട്ടിയോന്റെ അപ്പൻ മരിച്ചിട്ട് ഇതുവരെ അങ്ങ് പോയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്കിട്ട് പാര വെച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എന്താ ചെയ്യാൻ എൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചേട്ടത്തി വളരെ വിഷമത്തോടെ ഒന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ പിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക, കാരണം അവനൊക്കെയാണ് ഇപ്പോഴും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാ ചിന്തിക്കുന്നത്. എത്ര തെറ്റായ ധാരണ നോക്കിയേ. ഏറ്റവും സത്യമായ കാര്യം എന്താണെന്നറിയോ, മരിച്ചവര് ശുദ്ധീകരണ സ്ഥലത്തില്ലെങ്കിൽ അവര് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവരാണ്. അവരെ നമ്മൾ അങ്ങ് സഹായിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക, അവരെ സ്നേഹത്തോടെ ബലികളിൽ ഓർക്കുക, അവർക്ക് വേണ്ടി സ്നേഹത്തോടെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുക, അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്ത് നോക്കിക്കുക, അവരുടെ മോചനത്തിന് വേണ്ടി കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത്. ഇതൊക്കെ ആദിമ സഭ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. മരിച്ചുപോയവർക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ഇതിലാരാണ്ട് ചോദിച്ചിട്ടുണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ചോദ്യത്തിന് കൂടെ ഉത്തരവാണിത്. മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് ആദിമസഭയിലും ഒക്കെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് പ്രാർത്ഥനകൾ അർപ്പിക്കുക, മരിച്ചവർക്ക് വേണ്ടി ബലികൾ അർപ്പിക്കുക, അവർക്ക് വേണ്ടി നന്മ പ്രവർത്തികൾ ചെയ്യുക. ഇതൊക്കെയും ചെയ്യുമ്പോൾ അവർക്കൊക്കെയും മോചനം കിട്ടുകയാണ്. അപ്പം ഈ വിശുദ്ധ പിതാക്കന്മാര് ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, നന്മ പ്രവർത്തികൾ. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി. ഇപ്പൊ അപ്പൻ മരിച്ചു, വല്യപ്പൻ മരിച്ചു, അല്ലെങ്കിൽ മൂന്നാമത്തെ തലമുറ, നാലാമത്തെ തലമുറയുള്ള പൂർവികര് മരിച്ചവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത്? ബലികൾ അർപ്പിക്കുക, അവരുടെ പാപമോചനത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ നന്മ പ്രവർത്തികൾ ചെയ്യുക, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, സ്നേഹത്തിൽ വളരുക, ഉപവിയിൽ വളരുക. ഇതൊക്കെയാണ് പരിഹാരം. ഉപവസിക്കുക, അതുപോലെ തന്നെ ദണ്ഡവിമോചനങ്ങൾ അവർക്ക് വേണ്ടി സ്വീകരിച്ചു കൊടുക്കുക. ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി അപ്രകാരം അർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഉപകാരമായി മാറും. അപ്പൊ അങ്ങനെ അവര് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്തായി? ആര് മൂലമാണോ രക്ഷ പ്രാപിച്ചത് അവരോട് നന്ദിയുള്ളവരാണ് അവര്. ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ ഒരധ്യായം കൊടുത്തിരിക്കുന്നത് ശുദ്ധീകരണാത്മാക്കൾ ഉപകാരികൾ എന്നാണ്. ഏറ്റവും അവസാനത്തെയോ അതിന് മുമ്പുള്ള ഒരു അധ്യായം. അവർ ഉപകാരികളാണ്. ജീവിച്ചിരിക്കുന്നവര് ചിലപ്പോൾ നമ്മൾ എന്തെല്ലാം ഉപകാരം ചെയ്താലും ഒരു താങ്ക്സ് പോലും ചിലപ്പോൾ പറഞ്ഞില്ലെന്ന് വരും, അല്ലേ? എന്തെല്ലാം ഉപകാരം ചെയ്താലും തിരിച്ചു കുത്തും നമ്മളെക്കിട്ട്. പക്ഷേ മരിച്ചവരങ്ങനെയല്ല. മരിച്ചുപോയവര് അവരാരായിരുന്നാലും എങ്ങനെ മരിച്ചാലും ശരി, ശുദ്ധീകരണ സ്ഥലത്തിലാണോ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അതിന്റെ ഫലം കിട്ടി അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും നമുക്ക് ഉപകാരം ചെയ്യും എന്നതിൽ സംശയമില്ല. ദിവ്യരക്ഷക സഭ സ്ഥാപിച്ച വിശുദ്ധ ഫിലിപ്പ് നേരി 1840-കളിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ സന്യാസ സഭ അദ്ദേഹം മരിച്ചതിന് ശേഷം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മെത്രാനായിരുന്നു അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷയിൽ പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ പ്രാർത്ഥന വളരെ ശക്തമാണ്. അദ്ദേഹം പറയാണ്, ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിച്ചേർന്ന ആത്മാക്കൾ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കൊടുത്ത വരമാണ് പ്രവചനവരം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരേ സമയത്ത് 2 സ്ഥലത്ത്, ബൈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കൃപയുണ്ടായിരുന്നു. ഒരേ സമയത്ത് 2 സ്ഥലത്ത് അദ്ദേഹത്തിന് പ്രത്യക്ഷമാകാനും ശുശ്രൂഷ ചെയ്യാനും പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് ഈ 2 വരങ്ങൾ കൊടുത്തത് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിയ ആത്മാക്കളാണെന്ന് വിശുദ്ധ ഫിലിപ്പ് നേരി സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്രയോ ആത്മാക്കൾ അതുപോലെ പറയുന്നു. ഇപ്പം വിശുദ്ധ ജത്രൂദ് കേട്ടിട്ടുണ്ടല്ലോ. ജത്രൂദിനെ കുറിച്ച് ഇംഗ്ലീഷിലാണെങ്കിൽ പറയുമ്പം സെയിന്റ് ജത്രൂദ് ദ ഗ്രേറ്റ് എന്ന ഒരു വാക്കോട് ചേർത്തിട്ടുണ്ട്. മഹാനായ വിശുദ്ധ ഗ്രിഗറി എന്ന് പറയുന്ന പോലെ ദ ഗ്രേറ്റ് എന്ന ഒരു ടൈറ്റിൽ കൂടെ വിശുദ്ധ പദവിയോട് ചേർത്ത് കൊടുക്കപ്പെടുന്ന വളരെ ചുരുക്കം ചില വിശുദ്ധരേ ഉള്ളൂ. സ്ത്രീകളിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ആ സ്ത്രീകളിൽ ഒരാളാണ് വിശുദ്ധ ജത്രൂദ് എന്ന് പറയുന്ന ആള്. വിശുദ്ധ ജത്രൂദിനാണ് നമ്മുടെ കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കൊച്ചു പ്രാർത്ഥന, നിത്യപിതാവേ എന്ന് പറഞ്ഞൊരു കൊച്ചു പ്രാർത്ഥന വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഈ ജത്രൂദ് മരിച്ചുപോയവർക്കോട് പ്രത്യേകമായിട്ട് ഭക്തിയും സ്നേഹമുള്ളവളായിരുന്നു. അവൾ ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷവും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി അവൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇവള് ഒത്തിരി മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒത്തിരി സഹായിച്ച് സ്വർഗത്തിലെത്തിച്ചവളാണ്. അങ്ങനെ ഇവള് മരിക്കുന്ന സമയമായി. ജത്രൂദ് പുണ്യാളത്തി മരിക്കുന്ന സമയം. ജത്രൂദ് ജനിച്ചത് ജർമ്മനിയിലാണ് അവളെ അടക്കിയിരിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത്. അവളെ അടക്കിയിരിക്കുന്നത് ബെർലിനിൽ നിന്ന് ഒരു 125 കിലോമീറ്റർ ദൂരെയുള്ള ഹെപ്റ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്.
അവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത്. അവളുടെ ശവകുടീരം എന്ന് പറയപ്പെടുന്നു. പക്ഷേ യുദ്ധത്തിലൊക്കെ അത് തകർന്നു പോയതാണ്. എങ്കിലും അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ജത്രൂദ് മരിക്കുന്ന സമയമായപ്പോഴേക്ക് ഇവൾക്ക് ഭയങ്കരമായ പൈശാചിക പീഡയാണ്. മരണമെന്ന് പറയുന്ന സമയത്താണ്, മരിക്കുന്ന സമയത്താണ് പിശാച് ഒരു വ്യക്തിയെ, ഒരാത്മാവിനെ ഏറ്റവും അധികം വാട്ടുന്നത്, ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന ആ സമയത്താണ്. നമ്മുടെയൊക്കെ സമയത്ത് അതെ. കാരണം മരിക്കുന്ന സമയത്ത് ദൈവത്തെ ഒന്ന് തള്ളിക്കളഞ്ഞാൽ അവന് കിട്ടുകയാണ് ഒരു ആത്മാവിനെ. ദൈവത്തിനെതിരെ ഈ വ്യക്തി സ്വതന്ത്രമായ തീരുമാനം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവനൊരു ആത്മാവിനെ കിട്ടുന്നതുകൊണ്ട് ഈ മരിക്കുന്ന സമയത്ത് പിശാച് കിണഞ്ഞ് പരിശ്രമിക്കുക ഒരു ആത്മാവിനെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഈ പുണ്യവതിയായ ജത്രൂദ് മരിക്കുന്ന സമയത്ത് പിശാചുക്കൾ ഇങ്ങനെ വട്ടം കൂടി നിന്ന് ഇവളെ നിരാശപ്പെടുത്താൻ നോക്കുക. മരിക്കുന്ന സമയത്ത് നിരാശപ്പെടുന്ന ആത്മാവ് നിരാശാജനകമായ അവസ്ഥയിലേക്ക് നിപതിക്കും. അതുകൊണ്ട് അത് പിശാചിന് നേട്ടമാണ്. അതുകൊണ്ട് ഇവളെ നിരാശപ്പെടുത്താൻ വേണ്ടി പിശാചുക്കൾ ഇങ്ങനെ ചുറ്റും കൂടി നിന്ന് അവളോട് പറയുകയാണ്, നീ നരകത്തിൽ പോകും. നരകത്തിൽ പോകുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിന് പറഞ്ഞു, അയ്യോ പാവം എൻ്റെ പൊന്നെ, ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, പ്രതീക്ഷ പോയി. അപ്പൊ ഇവള് പറഞ്ഞു, ഇല്ല, ഞാൻ നരകത്തിൽ പോയി തരാം. അപ്പൊ അതങ്ങ് ഏക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്ക് പിശാച് അടവ് മാറ്റി അവർ പറഞ്ഞു, നീ ഒത്തിരി നാൾ ഇനി ശുദ്ധീകരണത്തിൽ കഴിയേണ്ടി വരും. നിനക്കറിയാമല്ലോ ശുദ്ധീകരണത്തിൽ ആത്മാക്കളുടെ പ്രശ്നങ്ങൾ, നീ ഒത്തിരി കാലം ശുദ്ധീകരണത്തിൽ കഴിയേണ്ടി വരും. അവൾ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണസമയത്താണ് പെട്ടെന്നാണ് ഒരു കൂട്ടം ആത്മാക്കള് ഇവളുടെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവിന്റെ ചുറ്റിലേക്ക് ഓടിയെത്തിയെന്ന് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓടിയെത്തിയപ്പോഴേക്ക് എന്ത് പറ്റി? ഈ ആത്മാക്കൾ എത്തിയപ്പോഴേക്ക് ഈ ദുരാത്മാക്കളൊക്കെ ഏത് വഴി പോയെന്ന് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ കണ്ടം വഴി ഓടി. അങ്ങനെയല്ല പറയുന്നത്, കണ്ടം വഴി ഓടിയെന്ന്. കണ്ടം വഴി ഓടി. എന്നിട്ടോ ഈ ആത്മാക്കള് ആരായിരുന്നറിയാമോ? ഇവളുടെ പ്രാർത്ഥന മൂലം ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും സ്വർഗത്തിലെത്തിയ ആത്മാക്കൾ ഇവരുടെ മരണസമയത്ത് ഇവളെ സംരക്ഷിച്ച് നേരെ സ്വർഗത്തിലേക്ക് ഇവളുടെ ആത്മാവിനെയും സംവഹിച്ചു കൊണ്ടുപോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെയാണ് ആത്മീയ മേഖലകളിൽ നടക്കുന്ന സംഘടനകളും ആത്മീയ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളുമാണ് ഈ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇവരാരും മാനസിക രോഗം കൊണ്ട് പറയുന്നതോ എഴുതുന്നില്ല അല്ലല്ലോ. ഇതൊക്കെയാണ് സത്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ യഥാർത്ഥമായ ഈ ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്ന ഈ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യത്തിന്റെ ഉത്തരമാണ്, മരിച്ചുപോയ ആത്മാക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും പ്രാർത്ഥിക്കാമല്ലോ. നമുക്ക് സ്വർഗത്തിലെത്തിയവരോട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തോട് പറയുക, പിന്നെ അവരുടെ മധ്യസ്ഥം സഹായിക്കാം, ചോദിക്കാം. അപ്പോൾ അതേസമയം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിച്ചോളും. അവരുടെ സഹായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതേസമയം മരിച്ചവർക്ക് നമ്മുടെ സഹായം ഏറ്റവും അധികം ആവശ്യമുള്ളത് കൊണ്ട് അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് അല്പം കൂടെ കരണീയമായ കാര്യം എന്നതാണ് സത്യം. മരണശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മരണശേഷം 3 സ്ഥലങ്ങൾ. അന്ത്യവിധിയിൽ എവിടെയുള്ളവരാണ് വരിക? കറക്റ്റ്, നല്ല ചോദ്യമാണ്, നല്ല പ്രസക്തമായൊരു ചോദ്യമാണത്. അതായത് 3 സ്ഥലമുണ്ട്. അപ്പൊ അന്ത്യവിധിയിൽ എവിടുന്നുള്ളവരാ വരുന്നത്? അന്ത്യവിധിയിൽ വരുന്നത് എവിടുന്നുള്ളറിയോ? എല്ലാവരും കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കൃത്യമായും പറയുന്നത്. എന്താ പറയുന്നത് അവിടെ? 25-ാം അധ്യായമാണ് അന്ത്യവിധിയെ കുറിച്ചുള്ള വ്യക്തമായ യേശുവിന്റെ പഠനം. ഈ മത്തായി 25-ൽ പറയുന്നത്, അന്ന് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഓൾറെഡി സ്വർഗത്തിൽ പോയവരുണ്ട്. അന്ത്യവിധിയുടെ സമയത്ത് ഓൾറെഡി സ്വർഗത്തിൽ പോയവരുണ്ട്, നരകത്തിൽ പോയവരുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിൽ പോയവരുണ്ട്. അപ്പം അന്ത്യവിധിക്ക് വരുന്ന എങ്ങനെയുള്ളവരാണ്? ചോദ്യം വളരെ നല്ലത്. എന്നറിയാം, അപ്പം ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു മേഖലയാണ്. അന്ത്യവിധിക്ക് ആകുമ്പോഴേക്ക് ശുദ്ധീകരണ സ്ഥലം പൂർത്തിയായി കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. ശുദ്ധീകരണ സ്ഥലം പൂർത്തിയായ ശേഷമേ അന്ത്യവിധിയുള്ളൂ. അപ്പൊ അതിനുശേഷം പിന്നീട് സ്വർഗത്തിലുള്ളവരുണ്ട്, അവരിങ്ങ് വരും, നരകത്തിലുള്ളവരും വരും. ഇതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇത് വിശുദ്ധന്മാരുടെ അനുഭവങ്ങളിലും സഭയുടെ പഠനങ്ങളിലും കൃത്യത ഇത് പറയുന്ന നോക്കിക്കേ. ഇവിടെ പറയുന്നത്, അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകൾ തിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ചെമ്മരിയാടുകൾ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്ത് നിർത്തും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും, സ്വർഗത്തിന് അവകാശികളും നരകത്തിന് അവകാശികളും. പിന്നെ 2 ഉള്ളു. അപ്പൊ പിന്നെ അന്ത്യവിധി ആകുമ്പോഴേക്ക് 2 കൂട്ടരേ ഉള്ളൂ. പിന്നെ ശുദ്ധീകരണാത്മാക്കൾ ഉണ്ടാകില്ല. അവരൊക്കെയും സ്വർഗത്തിന് അവകാശിയായി കഴിഞ്ഞു. അപ്പം
അന്ത്യവിധിയിൽ എല്ലാവരെയും കൂട്ടിച്ചേർക്കും. ഈ അന്ത്യവിധിയിൽ സംഭവിക്കുന്ന എന്താ? അത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനത്തിലെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലാണ് അദ്ദേഹം വ്യക്തമായും അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നത് നോക്കിക്കേ, കേൾട്ടോ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല. 3-ാം അധ്യായം 12-ാമത്തെ വചനം. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. മനസ്സിലായോ? ഓരോരുത്തരുടെയും പണി കർത്താവിന്റെ ദിനത്തിൽ പരസ്യമാക്കുന്ന ഈ കർത്താവിന്റെ ദിനം, ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നതാണ് ജഡ്ജ്മെന്റ് ഡേയുടെ കാര്യമായി പറയണത്. വിധി ദിനത്തെ കുറിച്ച്, അന്ത്യദിനത്തിലെ വിധിയെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഈ അന്ത്യദിനത്തെ വിധിയിൽ എന്താ സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും പണി കൃത്യമായിട്ട് അങ്ങ് പറയും. തനത് വിധിയിൽ അവൻ തെരഞ്ഞെടുത്തത് ശരിയാണ്, അവൻ തെരഞ്ഞെടുത്ത തനത് വിധി കറക്റ്റ് ആണെന്ന് കർത്താവ് ഒന്ന് ശരിവെക്കുന്നത് മാത്രമാണ് അന്ത്യവിധിയിൽ സംഭവിക്കുന്നത്. ഓരോരുത്തരുടെയും പണി വെളിച്ചത്ത് വരും. ചില പണി നിലനിൽക്കുന്നതാണ്, ചില പണി കത്തിപ്പോകുന്നതാണ്. പുല്ലും കൊണ്ട് മേഞ്ഞതൊക്കെ തീ വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പോയി അല്ലേ? ഏതൊക്കെയാ? ഈ 6 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സ്വർണം, വെള്ളി, രത്നം, തടി, വൈക്കോൽ, പുല്ല്. ഈ കാര്യങ്ങളിൽ തീയിൽ കത്തി ചാമ്പലാകുന്നത് ഏതൊക്കെയാ? വൈക്കോല്, പുല്ല്, തടി. ഈ 3ഉം കത്തിച്ചാമ്പലാകും. സ്വർണം, അതുപോലെ തന്നെ വെള്ളി, രത്നം, ഇത് തീയിലിട്ടാലും അത് വീണ്ടും അവിടെ നിൽക്കുക, അത് കത്തിച്ചു പോകുന്നില്ല. എന്താണിത്? ഇത് ആദിസഭാ പിതാക്കന്മാര് വിശുദ്ധ ക്രിസോസ്റ്റോമും വിശുദ്ധ സിറിലുമൊക്കെ സുന്ദരമായി ഇതിനെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്നറിയാവോ? മരണത്തിനു ശേഷം ഒരു വ്യക്തി ജീവിതത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളാണ് നിലനിൽക്കുന്ന പണി എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന പണി എന്ന് പറയുന്ന ഈ സ്വർണം, വെള്ളി, രത്നം എന്ന് പറയുന്നത് അവൻ ജീവിതത്തിൽ ചെയ്ത, തന്റെ ആത്മാവിന് വേണ്ടി ചെയ്തു കൂട്ടിയ നന്മകളാണ്. അത് കത്തിച്ചാമ്പലാകിയല്ല. എന്നാൽ നമ്മൾ ചെയ്ത കുറെ വ്യർത്ഥമായ കാര്യങ്ങളുണ്ട്, വ്യർത്ഥമായ കുറെ പണികളുണ്ട്, ആരും കാണില്ല എന്ന് കരുതി പണിതുകൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെയും കത്തിച്ചാമ്പലാകും അഗ്നിയിൽ. അതാണ് ഈ വൈക്കോല്, തടി, പുല്ല് എന്നൊക്കെ പറയുന്നതാണ്. അതൊക്കെ കത്തിച്ചാമ്പലാകണം. അതൊക്കെ ചാമ്പലാകേണ്ടത് ചാമ്പലായി, എന്നിട്ട് വേണം ശുദ്ധീകരണം. അതാണ് അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പം ഈ അന്ത്യദിനത്തിൽ, ഈ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിനത്തിൽ ഈ പണികളൊക്കെയും വെളിച്ചത്താകും. ഇന്നൊക്കെ മൂടി വെച്ചേക്കുന്ന പല പണി അന്ന് പരസ്യം അങ്ങോട്ട് എല്ലാവരും കേൾക്കും. ഇപ്പം ആരും അറിയാതെ ചെയ്യുന്ന കുറെ പണികളൊക്കെ അതൊക്കെ അന്ന് പരസ്യമാകുന്ന പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ നീ എന്തുകൊണ്ട് സമ്മാനാർഹനാകുന്നു അത് പറയും. അല്ലാതെ വെറുതെ ദൈവം അനീതി ചെയ്തെന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റിയല്ല. നിൻവിധി ന്യായവും യുക്തവുമാണെന്ന് പിശാചു പോലും പറയും എന്നാണ് ആബേലച്ചന്റെ. കാരണം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു പാട്ടുണ്ട്. അത് പിശാചുക്കൾ പോലും, വലിയ ഓഫീസിൽ പറയുന്ന പിശാചുക്കൾ പോലും പറയും നിന്റെ വിധി ന്യായമാണ്, യുക്തമാണ്. ദൈവം അതിൽ ഒരു അനീതിയും കാണിച്ചെന്ന് പിശാചു പോലും പറയല. അപ്പൊ അതുകൊണ്ട് നരകത്തിൽ പോകുന്ന പോലും അതും ന്യായമായിട്ട് മാത്രമാണെന്ന് അന്ത്യവിധിയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വിധിയിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പം അന്ത്യവിധിയോടുകൂടെ ഈ 3 കാര്യങ്ങൾ അത് നിൽക്കുന്നു. പിന്നീട് നിത്യമായ സ്വർഗമോ അല്ലെങ്കിൽ നിത്യമായ നരകമോ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അന്ത്യവിധിക്ക് ശേഷം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉറക്കത്തിൽ മരണപ്പെട്ട ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ആത്മാവിന് വേണ്ടി എങ്ങനെ പറയുന്നു? ഉറക്കത്തിൽ മരിച്ചാലും അപകടത്തിൽ മരിച്ചാലും ആത്മഹത്യ ചെയ്താലും കിടന്ന് മരിച്ചാലും ദീർഘകാലം മരിക്കുമെന്ന് കരുതി വിചാരിച്ച് പിന്നെ മരിച്ചതാണെങ്കിലും ശരി, ആരായാലും ശരി, മരണം എന്ന് പറയുന്നത് ആ മരിക്കുന്ന സമയത്തുള്ള വിധിയും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് മരിച്ചു എന്ന് കൂട്ടുക, നിമിഷ നേരം കൊണ്ട് ആള് മരിച്ചു. അല്ലെ അറ്റാക്ക് വന്ന ഒരിക്കൽ പോലും വിചാരിച്ചില്ല മരിക്കുമെന്ന്. അങ്ങനെ മരിക്കുമെന്ന് നമ്മളാരും വിചാരിക്കാതെ ഒരു വ്യക്തി, ആളും വിചാരിച്ചില്ല മരിക്കുമെന്ന്, അങ്ങ് മരിച്ചു എന്ന് കരുതുക. അങ്ങനെ ആള് മരിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുന്ന ആൾക്ക് അല്ലാതെ മരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന യാതൊരു ആനുകൂല്യവും നിഷേധിക്കപ്പെടുകയല്ല. പിടികിട്ടുന്നുണ്ടോ? ഇപ്പം അപകടത്തിൽ മരിച്ചു എന്ന് കരുതി നമ്മൾ കാണുമ്പോൾ ആള് മരിച്ചു, അനങ്ങുന്നില്ല, കോമയിലാണ്, അല്ലെങ്കിൽ ആള് മരിച്ചു എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷേ ഈ മരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് ദൈവം വച്ചിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്താം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ആത്മാവിൽ ഈ തനത് വിധിയും നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്, ആർക്കും ഉണ്ട്, ഉറക്കത്തിൽ മരിച്ചാലും ഉണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ കാണുമ്പോഴല്ലേ ഈ കാണുന്ന ആള് ഉറക്കത്തിലാണ് മരിച്ചത്, പെട്ടെന്ന് മരിച്ചത്, എന്തായോ ഒന്നും പേടിക്കണ്ട കേട്ടോ. മരണത്തെക്കുറിച്ച് ആരും പേടിക്കേണ്ട. ജീവിതകാലത്ത് നന്മകൾ ചെയ്ത് ദൈവത്തെ സ്നേഹിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് നന്മയിൽ വളർന്നാൽ ആരും മരണത്തെ പേടിക്കേണ്ടതില്ല. അത് എപ്പോ വന്നാലും. അതല്ലേ കർത്താവ് പറഞ്ഞത്, കള്ളൻ ഏത് സമയത്ത് വരുന്ന ആർക്കും അറിഞ്ഞുകൂടാ. രാത്രിയുടെ ഏത് യാമത്തിലാണ് അവൻ വരുന്നതെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നാ പറഞ്ഞത്. ചെയ്യേണ്ടതെന്ന് ജാഗരൂകരെന്ന് പറഞ്ഞാൽ എന്താ? നന്മ ചെയ്യുക എന്നുള്ളതാണ്. നന്മ ചെയ്ത് ജാഗരൂകരായിരിക്കണം, വിശുദ്ധി പാലിച്ച് ജാഗരൂകരായിരിക്കണം, ദൈവത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ ജാഗരൂകരായിരിക്കണം. ഇതാണ് ഈ ജാഗരൂകര എന്ന് പറയുന്നത്. അപ്പോ അതേസമയം ചിലരുണ്ട് കുറെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് സ്പർദ്ധയും വെറുപ്പുമായിട്ടിരുന്നാൽ യാതൊരു കാര്യമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ കള്ളൻ ഈ വരുന്ന സമയം, മരണമെന്ന കള്ളൻ വരുമ്പോൾ നമ്മൾ അവിടെ പതറിപ്പോകും. അതുകൊണ്ട് പതറാതിരിക്കണമെങ്കിൽ സ്നേഹം ഉള്ളിൽ വേണം, നന്മ വേണം, കുറേ നന്മകളൊക്കെ ചെയ്യണം, നന്മയുള്ള മനസ്സിന്റെ ഉടമകളായി മാറണം. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ ധ്യാനത്തിലെല്ലാം മാറി മാറിയല്ലേ പറയുന്നത്, വെറുപ്പ് ഉപേക്ഷിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാതൽ കിടക്കുന്ന ഇവിടെ കിടക്കുന്നത്. കാരണം അല്പമെങ്കിലും വെറുപ്പും വിദ്വേഷവുമായിട്ട് പോയാൽ ഇതൊക്കെ തടസ്സം വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായുള്ള വിശദീകരണം എന്ന് പറയുന്നത്, വെറുപ്പ് വിദ്വേഷം നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചു പോയാൽ നമ്മുടെ ആത്മാവ് അത്രത്തോളം വിശുദ്ധമാവുക ചെയ്യുന്നത്. അപ്പം ഇതാണ് ആത്മാവിൻ്റെ അവസ്ഥ. മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രാർത്ഥന. അവർക്ക് വേണ്ടി ബലികൾ അർപ്പിക്കുക, ദണ്ഡവിമോചനങ്ങൾ അർപ്പിക്കുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുക, അവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ അനേകം കാര്യങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊന്നാണ് ഈ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദിച്ച ചോദ്യമാണ്. ആത്മഹത്യ ചെയ്ത ആൾക്ക് സ്വർഗം കിട്ടുമോ? ആത്മഹത്യ ചെയ്ത ആളുകൾ ഇങ്ങനെ നടക്കുമോ? ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കൾ ഇങ്ങനെ പോവുക എന്നൊക്കെ പലരും ചോദിച്ചിട്ടും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ ചെയ്തവർക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയല്ല ഇന്ന ആൾക്ക് സ്വർഗം കിട്ടും, ആ ആത്മഹത്യ ചെയ്തവന് നരകമാണ്, ഇതൊന്നും നമ്മൾക്ക് പറയാൻ പറ്റിയല്ല. അത് ആ വ്യക്തിയുടെ സ്വന്തമായ തെരഞ്ഞെടുപ്പാണ്. അത് ദൈവത്തിന് മാത്രമാണ് അറിയുന്നത്. എങ്കിലും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നരകത്തിൽ ആരാ പോകുന്നതെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞു. നരകത്തിൽ പോകുന്ന ആരാന്ന് പറഞ്ഞത്? പൂർണ്ണമായ വേറൊരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിറ്റുപോലും വസിക്കാൻ ഇടമില്ലാത്ത വണ്ണം തങ്ങളെ തന്നെ നശിപ്പിച്ചവർ മരണത്തിന് ശേഷം നേടുന്ന സ്ഥലമാണ്, അനുഭവമാണ് നരകം. അപ്പം അങ്ങനെ മരിക്കുന്നു. അപ്പം ഈ മാരകപാപത്തിന് ലഭിക്കുന്ന ശിക്ഷയാണ് നിത്യശിക്ഷ അല്ലെങ്കിൽ നരകം. ഇതും കത്തോലിക്ക മതബോധനം പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം മാരകമായ പാപം പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ചെയ്യുന്ന ഈ കാര്യം, അത് അവസാനം ചെയ്യുന്ന ഒരു കാര്യമായത് അത് ആത്മഹത്യ ആയതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പൊക്കെ സഭ പറഞ്ഞു, ആത്മഹത്യ ചെയ്തവരെ നമ്മൾ തെമ്മാടിക്കുഴിയിലാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർ നരകത്തിലേ പോകൂ എന്നുള്ള ആ ചിന്തയാലാണ്. കാരണം ഒരു വ്യക്തി തന്റെ ജീവനെ നശിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ ജീവനെ നശിപ്പിക്കുന്നു, തെറ്റാണ്. മറ്റുള്ളവരുടെ ജീവനെ നശിപ്പിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? കൊലപാതകം എന്ന് വിളിക്കും. സ്വന്തം ജീവിതത്തെ അവൻ നശിപ്പിച്ചാൽ ആത്മഹത്യ എന്നും പറയുന്നു. അപ്പം ജീവൻ നശിപ്പിക്കാൻ പാടില്ല, ദൈവത്തിന് മാത്രമാണ്, സത്യമാണത്, ജീവൻ നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് ഇത് വളരെ മാരകമായ പാപമായും അങ്ങനെ ആത്മഹത്യ ചെയ്തവർ നരകത്തിൽ പോകും എന്ന് നമ്മൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാരണം അതാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ശാസ്ത്രം വളരുകയും മനഃശാസ്ത്രം വളരുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെയും മാറിയിട്ടുണ്ട്. അപ്പം ഈ മോഡേൺ സൈക്കോളജിയുടെ വളർച്ചയിൽ ഒരു കാര്യം മനസ്സിലായി, ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ് എന്ന്. മാനസിക രോഗമാണ്. മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് തോന്നുന്ന ആ സമയത്ത് ചിലർക്ക് തോന്നുന്ന ഒരു തോന്നലാണ് ചത്തേക്കാം, ജീവിച്ചിട്ട് കാര്യമില്ല, നിരാശ വന്നു. അവര് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥ. ശാരീരികാരോഗ്യം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ടാണ് സൂയിസൈഡ് ടെൻഡൻസി മരുന്നുള്ള കാര്യമാണ്. അവർ ട്രീറ്റ് ചെയ്യണം. സത്യത്തില് ഇതിൻ്റെ അകത്ത് ആരോ ചോദിച്ചിട്ടുണ്ട്, ആത്മഹത്യ പ്രവണത, ഞാൻ മരിക്കും ചാകും എന്നൊക്കെ പറയുന്നവരോട് എന്താണ് ചെയ്യേണ്ടത്? അവർ മാനസികമായ ഒരു രോഗത്തിന്റെ ലക്ഷണമാണത്. അങ്ങനെയെങ്കിൽ അവർക്ക് മരുന്ന് കൊടുക്കണം.
അവർക്ക് അവർക്ക് നല്ല മരുന്നുകളുണ്ട്, ഹോമിയോയിലുണ്ട്, ഇംഗ്ലീഷ് മരുന്നുണ്ട്. അത് മാനസികമായ പ്രശ്നത്തിന്റെ ഭാഗമാണ്. ഇനി ചിലപ്പോൾ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ചിലപ്പോൾ പിശാച് പ്രേരിപ്പിക്കുന്നുണ്ടാകാം, പിശാചിന്റെ പ്രേരണയാൽ ഉണ്ടാകുന്നതുകൊണ്ട്. ഇപ്പം യൂദാസ് പിശാചിന്റെ പ്രേരണയാലാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ രക്ഷ പ്രാപിക്കില്ല എന്നൊക്കെ കർത്താവ് തന്നെ പറഞ്ഞതിന്റെ കാരണം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ കാരണം അതാണ്. അവൻ പിശാചിന്റെ പ്രേരണയിലേക്ക്, ആ പിശാചിന്റെ കൈകളിലേക്ക് അവൻ നിബന്ധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ആത്മഹത്യ ചിലര് ആ തിന്മ നിറഞ്ഞ അതുമൂലം അങ്ങനെ തിന്മയുടെ ശക്തി അവരെ കൊണ്ടുപോയി അവരുടെ ജീവിതം കൂടെ നശിപ്പിച്ച് കളഞ്ഞേക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ കാണുന്ന പലരും ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് മാനസിക നില തകർന്ന് ആത്മഹത്യ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ പലരും കാണുന്ന പാവപ്പെട്ട മനുഷ്യരവരാണ്. അപ്പൊ അവരെല്ലാം നരകത്തിൽ പോകുന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, തിരുസഭയും പറയുന്നില്ല. അതുകൊണ്ടാണ് ഒരു മൃദു സമീപനം ഇങ്ങനെയുള്ള ആത്മാക്കളുടെ മേലും അങ്ങനെയുള്ള കുടുംബത്തിന്റെ മേലും സഭയ്ക്കുണ്ട്. ഇന്നിപ്പം ആഘോഷമായ മരിച്ചടക്ക് കൊടുത്തില്ലേ പോലും കുഴി വെഞ്ചിരിക്കും, കാരണം അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അല്ലാത്തതുകൊണ്ട്. അപ്പം അതേസമയം ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അത് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റുമില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവര് ആരാണ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് എങ്ങനെയും ജീവിക്കണമെന്നല്ലേ ആഗ്രഹം? നമുക്ക് എങ്ങനെയും ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. മരിക്കണമെന്ന് ആഗ്രഹം വരും എപ്പോഴാ? ജീവിതത്തിൽ കുറെ നിരാശ വന്ന് എന്തിനു ജീവിക്കണമെന്ന് പോലും വന്നാൽ പോലും നമ്മുടെ ആഗ്രഹം തന്നെ പിന്നെ ജീവിക്കണമെന്ന് ആഗ്രഹം. അപ്പം ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ചത്തേക്കാന്ന് ചിന്തിച്ചിട്ടില്ല, ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം നല്ല മാനസികാരോഗ്യം ഉള്ളത് കൊണ്ടാണ്. നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടില്ല, പക്ഷെ ചിലർ ചിന്തിച്ചു. എപ്പോഴാണ് ചിന്തിച്ചത്? മനസ്സ് തകർന്നപ്പോഴാണ്. അപ്പം അവർ പൂർണ്ണമായ സമ്മതത്തോടെ അല്ല മരിക്കണമെന്ന് ആഗ്രഹിച്ചത് അവര്. അതാണ് ഇവിടെയാണ് ഇത് മാരകപാപമാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പൊ അത് പൂർണ്ണമായ സമ്മതമോ പൂർണ്ണമായ സമ്മതത്തോടെ അല്ല ഈ വ്യക്തി ഈ തീരുമാനത്തിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി, ഇങ്ങനെ ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെയും നമ്മൾ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അക്രൈസ്തവർക്ക് ആത്മരക്ഷ കിട്ടുമോ? അതും ഡിപ്പെൻസ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് അതിന് ഉത്തരം പറയുന്നത്. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ പറയുന്നത് മാമോദിസ സ്വീകരിക്കാതെ ആരും രക്ഷപ്പെടില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. കാരണം യേശുവിലൂടെയാണ് രക്ഷ. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും അതെ എന്നും അതെ, യേശുവിലൂടെയാണ് രക്ഷ. അപ്പൊ യേശുവിനെ കർത്താവും രക്ഷകനുമായ ഒരു വ്യക്തി മാമോദിസായിലൂടെ സ്വീകരിച്ച് ആ കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളിലൂടെ കൂദാശകളിലൂടെ ഒക്കെ ജീവിച്ച് മരിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യപ്പെട്ട ജീവിതം എന്ന് പറയുന്നതാണ്. അതിനേക്കാൾ അപ്പുറത്ത് സത്യം പറയാം, ഇതിനപ്പുറത്ത് മറ്റൊരു ജീവിതം ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയാ, ഒരാള് അപ്പൻ ക്യാൻസർ രോഗിയാ. എല്ലാവർക്കും അറിയാം, മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ അറിയാൻ മരിക്കാറായെന്ന്. ആള് മരിക്കാൻ അടുത്തു, എന്നിട്ടും ഈ അപ്പനോട് പറഞ്ഞിട്ടില്ലെന്ന്. വഞ്ചനയല്ല, കൊടും വഞ്ചനയല്ല. ഒരു വ്യക്തിയോട്, ഒരു വിശ്വാസിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ല അത്. ആ വ്യക്തിയെ നന്നായിട്ട് മരണത്തിനൊരുക്കി ഈ മരണമെന്ന ആ വാതിൽ കടന്ന് നിത്യതയുടെ ലോകത്തേക്കാണ് ഇനി കടക്കേണ്ടതെന്നും അതിന് പ്രത്യാശയോടെ ആ മനുഷ്യനെ കടത്തേണ്ടതിന് പകരം ഈ മനുഷ്യനെ പതുക്കെ ഒന്നും അറിയാതെ പൊട്ടനെ പോലെ വെറുതെ മരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അത് ക്രൂരതയാണ്.